Hundreds of Asha workers from across Kerala have been protesting for over a month in the state capital Thiruvananthapuram. On Monday, they intensified their agitation by laying siege to the state secretariat. The Asha workers are protesting seeking post-retirement benefits and a hike in their honorarium. A protesting worker said the government should not expect Asha workers to retire without benefits after having served for decades. ജോലി ചെയ്യാണ് എനിക്കാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ് 61 വയസ്സാകുമ്പോഴാണ് ഞാനിനി ഈ ആശാപ്രവർത്തനത്തിന് വരുന്നതിന് മുമ്പേ നമ്മൾ അവിടെ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിച്ചവരാണ്. നമ്മളുടെ സേവനം കണ്ടുകൊണ്ടാണ് നമ്മൾ ഇതിനകത്തോട്ട് തിരഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ വെറും കൈയോടെ ഇവിടെ ഇറങ്ങി പോകണമെന്നാണ് പറയുന്നത്. On Monday, the agitators laid siege to the secretariat by blocking its various gates in the heart of the city. After marching to the protest venue, they moved towards the state's administrative hub, squatted on the road and raised slogans. Police placed barricades on the premises to block the protesters. The protesting Asha workers said the agitation won't end until their demands are accepted by the state government. ഈ ഉപരോധം നടത്താൻ നമ്മൾ നിർബന്ധിതമായതാണ്. നമ്മൾ സമരം തുടങ്ങുമ്പോൾ ഈ രീതിയിൽ നീണ്ടുപോകുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായിരുന്നില്ല. കാരണം കേരളത്തിലെ ഏറ്റവും കടുത്ത ചൂഷണത്തിന് വിധേയമാവുന്ന 26,000-ലേറെ വരുന്ന സ്ത്രീ തൊഴിലാളികൾ അവരുടെ ഏറ്റവും ന്യായമായ ഒരു ആവശ്യം ഇടത് ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന് മുമ്പാകെ വെച്ചാൽ അത് വളരെ താമസിയാതെ പരിഹരിക്കപ്പെടും എന്നായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അത് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കേരളത്തിൽ ഒരു തൊഴിലാളി സമരത്തോട് ഇത്രയും ക്രൂരമായ രീതിയിൽ അവഗണന നടത്തിക്കൊണ്ട് പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ട് തങ്ങളുടെ വളരെ കുയുക്തപരമായ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ട് ഗവൺമെന്റ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരു തീരുമാനം അവർ പറയുന്നില്ല. കാര്യം ആശമാരുടെ ജീവിത സമരം തന്നെയാണ്. കാര്യം ഇതിൽ തന്നെ ഈ മുദ്രാവാക്യത്തിലുള്ള ജീവിത സമരവും തന്നെയാണ്. ആ ജീവിത സമരം എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തൊഴിൽ ചെയ്യുന്നതിനുള്ള വേതനം അമിതമായ ഒന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. നമുക്ക് 232 രൂപയിൽ നിന്നും ഞങ്ങൾക്ക് 700 രൂപയാക്കണമെന്ന് പറയും. 2016 അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നാണ് ആശയ്ക്ക് 700 രൂപയാക്കുമെന്ന്. പക്ഷെ ഇനി 1 വർഷക്കാലമേ ഉള്ളൂ. അപ്പൊ ഘട്ടം ഘട്ടമായിട്ട് കുറേശ്ശെ കൂട്ടി പേരിന് വേണ്ടി കൂട്ടിയതാകാം. പക്ഷെ എന്നാലും ഞങ്ങൾ എന്തെല്ലാം സർവേകളാണ് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുന്നത്. The LDF government claims to have not received any cash grant from the central government under the National Health Mission or NHM for 2023-24 for payment towards various center-sponsored schemes, including for Asha. കേന്ദ്ര സർക്കാർ കൂട്ടേണ്ടതെന്നുള്ളതല്ല, ഇവിടെ ആശാ വർക്കർമാരെ എംപ്ലോയ് ചെയ്തിരിക്കുന്ന സംസ്ഥാന സർക്കാർ കൂട്ടണം. അവർക്ക് ഫണ്ട് വരേണ്ടത് കേന്ദ്ര സർക്കാരിൽ നിന്നാണെങ്കിൽ അത് ആവശ്യപ്പെടേണ്ട ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാർ, ഇവിടുത്തെ സംസ്ഥാന ഗവൺമെന്റിനാണ്. ഇപ്പോഴും മുഖ്യമന്ത്രി പോയല്ലോ. മുഖ്യമന്ത്രി എന്തെല്ലാം ആവശ്യപ്പെടുന്നു? GSTയുടെ വിഹിതം കൂട്ടിത്തരണമെന്ന് പറയുന്നു, അല്ലെങ്കിൽ വിഴിഞ്ഞത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തരണമെന്ന് പറയുന്നു. അങ്ങനെ എന്തെല്ലാം ആവശ്യം അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ കൂടെ എന്തുകൊണ്ട് NHMന്റെ ഫണ്ട് കൂടുതൽ വേണം, ഇവിടെ ആശമാർക്ക് ഞങ്ങൾ കൂട്ടിക്കൊടുക്കാൻ പോകുമെന്ന് പറയുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങള് കേന്ദ്രം തരുവാണെങ്കിൽ കൊടുക്കാം. അങ്ങനെയല്ലല്ലോ, ഞങ്ങൾ ഇവിടെ കൂട്ടുന്നു, അതുകൊണ്ട് നിങ്ങളുടെ വിഹിതം നിങ്ങൾ തരണമെന്നല്ലേ പറയണ്ടേ? അങ്ങനെയല്ലേ ആവശ്യപ്പെടേണ്ടത്? അല്ലാതെ നിങ്ങൾ പോയി നേരെ വാങ്ങിച്ചോ. ഞങ്ങൾക്കല്ലല്ലോ കേന്ദ്ര സർക്കാർ ഫണ്ട് തരുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതിനനുസരിച്ചാണ് ഫണ്ട് കൊടുക്കുന്നത്. NHMന്റെ ഫണ്ട് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അത് ചെലവഴിച്ച് കാണിക്കണം സംസ്ഥാന ഗവൺമെന്റ്. പിന്നെ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമുണ്ട്, അത് കൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. The central government has, however, rejected the state's claims, contending that it has given what was due, but the utilization certificate has not come from Kerala. It said that once the certificate comes, the requisite amounts would be given to the Asha workers and the state. Union Health Minister JP Nadda had also announced in Parliament that the mission steering group of the NHM has decided to raise the incentives of Asha workers.